കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. അതെ, ഈ ഊഷര മരുഭൂമിയിൽ തളരുകയും വീഴുകയും ഉഴലുകയും ചെയ്യുന്ന പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഉഴൽച്ചകളെയും അലയുന്ന അനുഭവങ്ങളെയും കണ്ട് വഴിമാറിപ്പോകാത്ത കരുണയുള്ളൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. 56-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ, അതു നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ അതിപ്രധാനമായ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനങ്ങളിലൊന്നാണ് 56-ാം സങ്കീർത്തനം. അതെ, ദാവീദ് ഫെലിസ്ത്യൻ അവനെ ഗത്തിൽ വെച്ച് പിടിക്കുമ്പോൾ ശൗലിനെ പേടിച്ച് ഗത്തിലേക്ക് ഓടിപ്പോയി. ഗത്തിൽ വെച്ചും അവനെ തിരിച്ചറിയുമ്പോൾ അവിടെ വെച്ച് പാടുന്ന ഒരു സങ്കീർത്തനമാണ് 56-ാം സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. ദാവീദ് തൻ്റെ ഉള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറയുന്ന അഭയാചന കഴിക്കുന്ന വാക്കുകളാണ്. ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു, അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. അപ്പോൾ തൻ്റെ ഞെരുക്കത്തിൻ്റെയും തന്നെ വിഴുങ്ങുവാൻ ശത്രുക്കൾ ആഞ്ഞെടുക്കുന്നതിൻ്റെയും വലിയ വേദനാജനകമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഗീതമാണ് 56-ാം സങ്കീർത്തനം. അതിൽ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ഉഴൽച്ചകളെയും അലയുന്ന അവസ്ഥകളെയും ദൈവത്തിന് സ്തോത്രം. ചിലരോട് ചോദിച്ചാൽ ചിലർ പറയും, ഞാൻ എല്ലാം ഉണ്ടായിട്ടും എനിക്കൊന്നും അനുഭവിക്കാൻ കഴിയാതെ, സന്തോഷിക്കാൻ കഴിയാതെ ഞാൻ ഉഴന്നു നടക്കുന്നതുപോലെ, അലഞ്ഞു തിരിഞ്ഞു പോകുന്നതുപോലെയുള്ള അനുഭവങ്ങളിലൂടെയും അവസ്ഥകളിലൂടെയുമാണ് കടന്നു പോകുന്നത്. എന്താ? പലപ്പോഴും സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ പല വിധത്തിലുള്ള അവസ്ഥകളിലൂടെ, രോഗമാകട്ടെ, ക്ഷീണമാകട്ടെ, കടക്കണിയാകട്ടെ എന്നുവേണ്ട പല വിധത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അനുഭവിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ പറയുന്നൊരു അനുഭവം, വല്ലാതെ ഒരു അലച്ചൽ ഫീൽ ചെയ്യുന്നു, വല്ലാതെ ഉഴലുന്ന ഒരവസ്ഥ ഫീൽ ചെയ്യുന്നു. ദാവീദ് ഇവിടെ പറയുകയാണ്, ശൗലിനെ പേടിച്ച് ഞാൻ ഓടിപ്പോയി അഭയം പ്രാപിക്കുവാൻ ഗത്തിൽ ചെന്നപ്പോൾ ഗത്തിലും എന്നെ തിരിച്ചറിയുന്നു. അതേ, ഗോലിയാത്തിനെ കൊന്നവനല്ലയോ എന്ന് തിരിച്ചറിയുന്നു എന്ന് ദാവീദ് വേദനയിൽ പറയുകയാണ്. അവിടെ പറയുന്നു, എൻ്റെ ഉഴൽച്ചകൾ എന്നീടുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ നമ്മുടെ ഉഴൽച്ചകളെ നമ്മുടെ കൂടുള്ളവരാരും കണ്ടില്ലെങ്കിലും, നമ്മുടെ കൂടപ്പിറപ്പുകൾ കണ്ടില്ലെങ്കിലും, മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ ആരും കണ്ടില്ലെങ്കിലും നമ്മുടെ ഉഴൽച്ചകളെ നന്നായി അറിയുകയും അതിനെ ഓരോന്നും എണ്ണി വയ്ക്കുകയും ചെയ്യുന്ന വലിയവനായൊരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, ബേർഷേബ മരുഭൂമിയിൽ ഉഴലുന്ന അലയുന്നൊരവസ്ഥയിൽ ഒരമ്മയും കുഞ്ഞിനെ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ അഭയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വീട്ടിൽ നിന്ന് അബ്രഹാം ഒരു തുരുത്തിയിലെ വെള്ളവും അടയും കൊടുത്ത് ഇറക്കി വിടുമ്പോൾ എങ്ങോട്ടെന്നില്ലാതെ മരുഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു വല്ലാത്ത കാഴ്ച ആ വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. 21-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഹാഗറിനോട് ചോദിച്ചാൽ ഹാഗർ പറയും, ആമേൻ, എനിക്കിനി ഒന്നും ചെയ്യാനില്ല. അത് എൻ്റെ മുമ്പിൽ വലിയൊരു മരുഭൂമിയാണ് വെളിപ്പെട്ടു നിൽക്കുന്നത്. അതേ, തൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ്, സ്തോത്രം, അമ്പെമ്പാട് ദൂരത്ത് കൊണ്ട് കിടത്തിയിട്ട് അവൾ പറയുന്ന വേദനയുള്ളൊരു ഭാഗമുണ്ട്: എനിക്ക് കുട്ടിയുടെ മരണം കാണാൻ കഴിയത്തില്ല. വളരെ വേദനയോടെ, നിസ്സഹായ അവസ്ഥയോടെ ഹാഗർ നിലവിളിക്കുമ്പോൾ, അതേ, അബ്രഹാം കണ്ടില്ല, സാറ കണ്ടില്ല, മറ്റു പലരും കണ്ടില്ല. എന്നാൽ ആ മരുഭൂമിയിൽ ഹാഗറിനെ കണ്ട് ഹാഗറിനോട് മനസ്സലിയുന്ന ഒരു ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ അവിടെ കാണാൻ കഴിയുന്നു. അതേ ഹാഗറെ, നീ ഉഴലുന്ന അനുഭവത്തിലൂടെയാണോ കടന്നു പോകുന്നത്? അലയുന്ന അനുഭവത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ആ അവസ്ഥയിൽ ആരും കാണാതിരിക്കുമ്പോൾ, ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ കരം ഇന്നും ചലിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരോട് ഈ സന്ദേശത്തിൽ ഞാൻ
ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അവസ്ഥകൾ നമ്മുടെ കൂടെയുള്ളവർ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഒന്നെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിയാത്തവരെ പോലെ നമ്മളോട് പെരുമാറുന്ന അവസ്ഥയിലായിരിക്കും പോകുന്നത്. അവർക്കറിയാം നമ്മുടെ അവസ്ഥ, നമ്മൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് അവർക്കറിയാം. എങ്കിലും അവർ കണ്ടിട്ടും കാണാത്തതുപോലെ മാറിപ്പോകുമ്പോൾ, സ്തോത്രം, കണ്ടിട്ടും കാണാത്തതുപോലെ മാറിപ്പോകുന്നവനല്ല നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. സർവശക്തിയുള്ള ദൈവം നമ്മുടെ അലച്ചലുകളെ ഉഴൽച്ചകളെ അറിഞ്ഞ് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് എവിടെയാണോ നാം വേദനപ്പെടുന്നത്, എവിടെയാണോ നമുക്ക് സങ്കടം, എവിടെയാണോ നാം തകർന്നു എന്ന് പറഞ്ഞത്, എവിടെയാണോ നാം ഇല്ലാതായെന്ന് പറഞ്ഞ് അവിടെ ചില വഴികളും വാതിലുകളും തുറന്ന് നമ്മെ ആദരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദാവീദും പറയുകയാണ്, എൻ്റെ ഉഴൽച്ചകളെ ആരും കണ്ടില്ലെങ്കിലും, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ ഇശായി കാണുന്നില്ലായിരിക്കാം, എൻ്റെ സഹോദരങ്ങൾ ആരും കാണുന്നില്ലായിരിക്കാം, പക്ഷേ എനിക്കൊന്നറിയാം, എൻ്റെ ഉഴൽച്ചകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. അത് ഓരോന്നും എണ്ണി തിട്ടപ്പെടുത്തി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോഴും ഉഴലുന്ന അനുഭവത്തിലൂടെ, അലയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയരെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അങ്ങയുടെ ഉഴലുന്ന അനുഭവങ്ങൾ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ട് അതിന് മറുപടി തരുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ, ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച സർവശക്തിയുള്ള ദൈവം അമർത്തി കുലുക്കി അനുഗ്രഹിക്കുന്ന തലത്തിലേക്ക് താങ്കളെ കൊണ്ടുവരുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ പദം ഇങ്ങനെയാണ് പറയുന്നത്, പറഞ്ഞു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണം. അപ്പോൾ കണ്ണനഞ്ഞ് ഹൃദയം പൊട്ടി കരഞ്ഞ അനുഭവങ്ങൾക്കകത്ത് കണ്ണുനീർ, സ്തോത്രം, കണ്ണ് കരയുമ്പോൾ മറ്റു പലരും പരിഹസിക്കുന്നവരുണ്ട്, കൂടെ സങ്കടപ്പെടുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്നത്, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ, ഒരു തുള്ളി കണ്ണുനീർ വേദനയിൽ ഹൃദയം പൊട്ടി ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന നല്ലൊരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. പ്രിയരെ, അങ്ങ് കരഞ്ഞിട്ടുണ്ടോ? സ്തോത്ര, രാത്രിയെ പകലുകളാക്കി സ്തോത്ര കട്ടിലിനെ നനച്ച് മറ്റാരും കാണാതെ നെടുവീർപ്പിട്ട് കരഞ്ഞ ചില രാത്രികളിൽ, കരഞ്ഞ ചില സമയങ്ങൾ, കരഞ്ഞ ചില സന്ദർഭങ്ങൾ അത് കാണാത്ത പലരും കാണും, കണ്ടിട്ടും കാണാത്തവരായി മാറിപ്പോകുന്നവർ പലരും കാണും. എന്നാൽ ബൈബിൾ പറയുന്നു, നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട്. കർത്താവിന് സ്തോത്രം. കണ്ണുനീരൊഴുക്കിയതും വേദനപ്പെട്ടതും പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും ഒന്നും വെറുതെ ആകത്തില്ല. കാരണം നമ്മുടെ ഉഴൽച്ചകളെ എണ്ണി തിട്ടപ്പെടുത്തുകയും നമ്മുടെ കണ്ണുനീരിനെ അളന്നു തുരുത്തിയിൽ വെച്ചിരിക്കുന്നതുമായ സർവശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് പ്രതിഫലങ്ങളെ തരും. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ, നിരാശകളിൽ നമ്മെ ഒതുക്കിക്കളയുന്നിടത്ത്, നമ്മെ താഴ്ത്തിക്കളയുന്നിടത്ത്, നമ്മെ നശിപ്പിക്കുവാൻ വെല്ലുവിളിക്കുന്നിടത്ത് നമ്മെ കൈവിടാതെ കരം തന്ന് മുൻപോട്ട് നടത്തുന്ന, നയിക്കുന്ന സർവശക്തിയുള്ളൊരു ദൈവമുണ്ട്. ഉഴലുന്ന അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? എനിക്ക് കരം തരാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് ഇതിനകത്തൊന്ന് കരകയറ്റാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങക്ക് കരം തരാൻ പരിശുദ്ധാത്മാവിൻ്റെ കരം സജ്ജമാണ്. ഇന്ന് പകൽ വളരെ പ്രത്യാശയോടും ദൈവാശ്രയ ബോധ്യത്തോടും ഉഴൽച്ചകളെ മാറ്റി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി നമ്മെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. വളരെ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.